ചേർന്ന് ഒരു ആരാധനയിൽ പങ്കുവെക്കുവാൻ തൊക്കണം. കർത്താവ് എനിക്കും ഒരു നല്ല സാവകാശം തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഐ ഹോപ്പ് all of you can understand Malayalam. It is difficult for me to preach in English. So what to do? ഒരു ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ ഇപ്പൊ വീണയുടെ ട്രാൻസ്ലേറ്റർ ചെയ്യാൻ വേണ്ടി വേണ്ട. ഓക്കെ, എല്ലാവർക്കും ഓക്കെ. എന്തോ അപ്പം അദ്ദേഹത്തോട് ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ ചിന്തിക്കുകയാണ്, കേരളത്തിലുള്ള മറ്റ് ദൈവമക്കളെക്കാളും നിങ്ങളെല്ലാവരും എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ദൈവമക്കളെക്കാളും നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവിടെ ഉള്ളവരിപ്പോഴും കഷ്ടപ്പെടുകയാണ് പലരും. എല്ലാവരുടെയും കാര്യമില്ല, 90% ആൾക്കാരും. അപ്പം ശരിയാണ്. കാരണം എന്താണ്, അവിടെ ഒരു നേഴ്സ് ജോലി ചെയ്താൽ ബിലോ 25,000 റുപ്പീസാണ് പ്രൈവറ്റിൽ കിട്ടുന്നത്. ഇപ്പം കമ്പയർ വെച്ച് നോക്കുമ്പം ജോലി എല്ലാവരും ഇവിടെ ചെയ്യണം, പക്ഷേ എല്ലായിടത്തും ജോലി ചെയ്യണം. പക്ഷേ കമ്പയർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളതിനേക്കാളും ബുദ്ധിപരമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അതുപോലെ കഴിവ് കൂടിയവരാണ് അവർ കമ്പയർ വെച്ച കേരളത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ വെച്ച് നോക്കുമ്പം. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായ കൊച്ചി അരച്ചാണ്. അവിടെ ഒരു 17 വീട്ടുകാരേ ഉള്ളൂ. അവിടെയുള്ള ഞാൻ കണക്ക് കൂട്ടി 5 പേരൊക്കെ ഒരു വണ്ടിയിൽ, 2 വീലറും ഇല്ല, 4 വീലറും ഇല്ല, ഒന്നുമില്ല. 5 വീട്ടുകാർക്ക് 4-5 വീട്ടുകാർക്ക് 2 വീലറുണ്ട്, 4-5 വീട്ടുകാർക്ക് 4 വീലറുള്ളൂ. അവർ നടന്നും വിഷമിച്ചും കഷ്ടപ്പെട്ടൊക്കെയാണ്. ഇവിടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഓരോ വീട്ടിൽ 2 4 വീലറുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും വളരെ ദൂരക്കാഴ്ചയുള്ളവരുമാണ്. എല്ലാവരും ഇവിടെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഡെവലപ്പ് രാജ്യമായ ഓസ്ട്രേലിയ ഇതിനധികം സഹായിച്ചു. അപ്പം ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ വന്നവരുടെ വന്നു ചേർന്നല്ലോ. അത് തന്നെ ഒരു അത്ഭുതമാണ്. 5-6 പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ കഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വരാനായിട്ട് ദൈവം ഒരു സാവകാശം തന്നു. അപ്പം അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറ്റ് ചിന്തിച്ച് നോക്കുമ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം വളരെ ഫ്രീഡം ഉള്ള ഒരു രാജ്യത്ത് നമ്മളായിരിക്കുന്നത്. സൺഡേയുടെ ഒരു വീക്കെൻഡ് ഉള്ളപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ നടക്കാം, ആരും ചോദിക്കാനില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന് നന്ദി കരയേറ്റാൻ വേണ്ടി കൂടി വന്ന നിങ്ങൾ സ്പിരിച്വലായിട്ട് അങ്ങനെയുള്ളവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പഴയ നിയമകാലത്തൊക്കെ സിനഗോഗ് കൂടി വരാൻ വേണ്ടി അംഗീകാരം കിട്ടാൻ 10 പേര് മതിയായിരുന്നു. 10 പ്രായപൂർത്തിയായ 10 സഹോദരന്മാരുണ്ടെങ്കിൽ ഇസ്രായേൽക്കാരല്ലെങ്കിൽ അവരുടെ സിനഗോഗിന് പെർമിഷൻ കൊടുക്കും. കർത്താവിന്റെ കാലത്തൊക്കെ ഒന്നുകൂടി ചുരുക്കി 2-3 പേരുടെ നാമത്തിൽ കൂടി വരെ എന്ത് ചെയ്യും, ഞാൻ അവരുടെ മധ്യം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ഇത്രയും പേർക്ക് കൂടി ഓസ്ട്രേലിയയിൽ കൂടി വരുവാൻ ദൈവം സാവകാശം തന്നു. എൻ്റെ അറിവിൽ ചുരുക്കി നാളുകൾ ഞാൻ വന്നിട്ട് വലിയ പള്ളി പലതും കാലിയായിട്ട് കിടക്കുകയാണ്. കാരണം ആരും എന്ത് ചെയ്യുന്നില്ല, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇത്രയും പേർക്ക് വരാൻ ദൈവം സാവകാശം തന്നല്ലോ. അപ്പം ധാരാളമായിട്ട് ഈ കൂടെ ഒരുവനെ കർത്താവ് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഒരു നല്ല കൂടിയൊരുവിൽ നിങ്ങളോടുകൂടി ആയിരിക്കാനും ദൈവം എനിക്കും ഒരു സാവകാശം തന്നതിനാണ് ഞാനും തീർച്ചയായും ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അപ്പം നമ്മൾ ഇന്ന് പകരം നിങ്ങളോടുകൂടി അല്പസമയം ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നതായ ചിന്താവിഷയം, നമുക്കതിനൊരു വേദഭാഗം കൂടെ വയ്ക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാനും എൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന ചെവികളും കേൾക്കട്ടെ. അപ്പം മെയിനായിട്ടുള്ള ചിന്താവിഷയം എന്ന് ഉദ്ദേശിക്കുന്നത്, ജയിക്കുന്ന ചിലരെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജയിക്കുന്നതിനെ
ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കുമെന്നും അവന്റെ മേല് ദൈവത്തിന്റെ നാമം എഴുതുമെന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഇപ്പം ജയിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പരീക്ഷയിൽ ജയിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സ്പോർട്സിൽ ജയിക്കുന്ന പോലെയല്ല. മലയാളം വിവർത്തനം ജയിക്കുക എന്നാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഹീ ഹു ഓവർകംസ്. ഓവർകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും നന്നായിട്ടറിയാം. കാരണം ഹീ ഹു ഇംഗ്ലീഷ് ഇച്ചിരി പ്രാവീണ്യം. ഓവർകംസ് എൻ്റെ ചിന്തയിൽ അതിജീവിക്കുക. അതെ, നമ്മളതിനെ എന്ത് പറയുന്നത്, ഒരു സംഗതിയെ ഓവർടേക്ക് ചെയ്ത് പോവുക, അതിജീവിക്കുക. അപ്പം ജയിക്കുക എന്നുള്ള ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ട്രാൻസ്ലേഷനുള്ള അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രക്ഷ ഫ്രീ ആണ്. കർത്താവ് അത് വളരെ ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശുവിന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങ് എത്തുക എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒത്തിരി തടസ്സങ്ങളുമൊക്കെ ഉണ്ട്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭാഗത്ത് വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവമാതാവിന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പൊതുവെ അതിൻ്റെ ഏകദൈവ വിശ്വാസികളാണ് നമ്മളെല്ലാവരും. എന്നാൽ യേശു ക്രിസ്തുവിനെ പുതിയ നിയമം അല്ലെങ്കിൽ വേദപുസ്തകം ക്ലിയറായിട്ട് പഠിക്കുമ്പോൾ ദൈവം ത്രിയേകനാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ത്രിയേകനാണെന്ന് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതിയിട്ടുമില്ല. എന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. എൻ്റെ ചിന്തയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ത്രിയേകൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേദപുസ്തക ഭാഷയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ചരിത്രകാർ വേദശാസ്ത്രന്മാർ പറയുന്നത് ആദിയിൽ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നതിന് ആ വാക്ക് എബ്രായ ഭാഷയിൽ ഏലോഹീം എന്നുള്ള പദമാണ്. അപ്പോൾ എബ്രായ ഭാഷയ്ക്ക് ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. സംസ്കൃത ഭാഷയ്ക്കും ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. സന്താളി ഭാഷയ്ക്കും ഏകവചനവും, ഒരു ആദിവാസി ഭാഷയാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഭാഷയാണ്, അതിനകത്തുണ്ട് ഏകവചനമുണ്ട്, ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഹിജുമേ എന്ന് സന്താളി പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് നിൽക്കുന്നിടത്തല്ല ഒരു വലിയ കൂട്ടത്തോട് ഹിജുമേ എന്ന് പറഞ്ഞാൽ ഒരാൾ വരും. ഞങ്ങളൊരിക്കലും ഒരു സ്കൂളിന്റെ ഒത്തിരി പിള്ളേർ കൂടി നിൽക്കുക എന്നുണ്ട്. അച്ഛൻ പറഞ്ഞു ഹിജുബേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് 2 പിള്ളേർ വന്നു. അപ്പം 3-ാമത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനത്തിൽ പറഞ്ഞാൽ എല്ലാവരും കൂടി വരും, അതായത് 2-ലധികം. അപ്പം എബ്രായ ഭാഷയ്ക്ക് ഉള്ള ഭാഷയിൽ സമയമുള്ളതുകൊണ്ടാണ് ഇവ അങ്ങോട്ട് കൂടിപ്പോകുന്നത്. അപ്പം ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. അപ്പം ഏകവചനം ഏൽ എന്നും ഏലോഹ് എന്നത് ദ്വിവചനവും ഏലോഹീം എന്നുള്ളത് ബഹുവചനവുമാണ്. അപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിയേക ദൈവമാണ് എന്ത് ചെയ്തത്, സൃഷ്ടിപ്പ് നടത്തിയത്. മലയാള ഭാഷ ഇന്നലെ ആ ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാണെന്ന് 102-ാം സങ്കീർത്തനത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആകാശവും ഭൂമി സൃഷ്ടിച്ച ആരാണ്? ദാവീദ് പറയുകയാണ് അത് കർത്താവാണ് സൃഷ്ടിച്ചതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അത് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് എബ്രായർ 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്ന നശിക്കും നീയോ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ കർത്താവാണ് എന്ത് ചെയ്തത്, പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ അവിടെ ഭാഗത്ത് വായിക്കുന്നുണ്ട് 17-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യം വായിക്കുമ്പോൾ മോശയോട് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ മോശയോട് അവിടെ യഹോവ പറയുകയാണ്, വെള്ളത്തിന് വെള്ളം കുടിപ്പാൻ ഇല്ലാതെ വന്നപ്പോൾ യഹോവ പറയുന്നൊരു ഭാഗമാണ്. വീട്ടിൽ ചെന്ന് വായിച്ചാലും മതി. നീ ഹോറേബിൽ പോയി പാറയെ അടിക്കണം, ഞാൻ നിന്റെ മുമ്പാകെ പാറപ്പൻ നിൽക്കുമെന്നാണ്. അപ്പൊ പാറപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? യഹോവയാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ പാറപ്പുറത്ത് പോയി നിൽക്കും, നീ പാറയെ അടിക്കണമെന്ന് മോശയോട് പറഞ്ഞു. മോശയോട് പോയി അടിച്ച് വെള്ളം പുറപ്പെട്ടതൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 4 മുതൽ വാക്യം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുന്നുണ്ട്,
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവമായിട്ട് മോശയോടുകൂടി ഇരുന്ന് ഇസ്രായേൽ മക്കളെ നടത്തിയത്. കാരണം പൗലോസ് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുമ്പം യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്, സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടോ, മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് എന്നിട്ട് പറയുകയാണ്. അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാ മലയും കുന്നും താണും എല്ലാം എന്ത് പറയുന്നത് ഉയർന്നത് നിരപ്പായും താഴ്മയുള്ളതോ താഴ്ചയുള്ളതോ ഉയർച്ചയായും വരണം. എല്ലാ മലയും കുന്നും താണു വരണം. സകല ജഡവും ഒരുപോലെ ദൈവത്തിന്റെ രക്ഷയെ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ ശ്രാമകൻ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? യെശയ്യാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് യേശുവിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. എന്നാൽ ആ ഭാഗത്ത് വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു വാക്കാവിത്. എല്ലാ മലയും കുന്നും താണും വരയണം എന്ന് പറഞ്ഞിരിക്കുന്നവൻ ഇവനെക്കുറിച്ചാണെന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ യേശു എന്ത് ചെയ്തു? ലോകത്തിലേക്ക് വരുവാൻ തക്കമടിയായത്. അപ്പം മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കാൻ പറഞ്ഞു. ഒരുക്കിയ വഴിയിൽ കൂടെ നടന്നു വന്ന യഹോവ യേശുവാണ്. പിന്നെ നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശുക്രിസ്തുവാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കോമ്പൗണ്ട് നിയമം പഴയ നിയമത്തിലുണ്ട്. ഈ ഭാഗത്തൊക്കെ യേശുവാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രോങ് വൺ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സർവശക്തൻ, അല്ലെങ്കിൽ അയാം ദാറ്റ് അയാം. അപ്പം അങ്ങനെയുള്ള യേശുവിനെ കുറിച്ചാണ് വേദവസ്തു നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ വായിക്കുമ്പം ദൈവം ത്രിയേകനാണ്, ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ലോകത്തിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നു നമ്മുടെ മക്കൾ എന്നുള്ള പോലെയല്ല, കളക്റ്റീവ് തോട്ട് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായെന്ന് വായിക്കുന്നുണ്ട്. വചനം എന്നുള്ളത് മൂലഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്ന ലോഗോസ് എന്നാണ്. മലയാളത്തിൽ എല്ലാം വചനം എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തല്ല ജലമായിട്ട് വന്നത്. വേദപുസ്തകത്തിന് പറയുന്നത് തിരുവെഴുത്തെന്നാണ്. തിരുവെഴുത്തില്ല, അത് നമ്മൾ ഇരിക്കുന്ന പുസ്തകമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അരുളപ്പാടാണ്. എന്നാൽ ദൈവത്തിന്റെ കളക്റ്റീവ് തോട്ട് ഓഫ് ഗോഡാണ് യേശുവായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് മനുഷ്യനായിട്ട് ലോകത്തേക്ക് വന്നത്. ദൈവത്തിന്റെ ആശയം ആ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ യഹൂദന്മാര് സംസാരിക്കുന്ന ഭാഷയ്ക്കും ഉള്ളിലുള്ള ആശയത്തിനും പറയുന്ന വേർഡെന്നാണ്, അല്ലെങ്കിൽ ലോഗോസ് എന്നാണ്. അപ്പം അതാണ് എന്ത് ചെയ്യുന്നത് ലോകത്തിലേക്ക് വരുവാൻ നമ്മുടെയായത്. അപ്പം ദൈവം ത്രിയേകനാണ്, അതോടൊപ്പം തന്നെ ദൈവമേകനുമാണ്. ഞാൻ ചിന്തിക്കുന്നത് നമ്മളും ത്രിയേകന്മാരാണ്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയായ നമ്മളെങ്ങനെയുള്ളവരാണ്? നമുക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ഇല്ലേ? ശരീരമുണ്ടെന്നും പ്രാണനുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഒരു തട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും പ്രാണനും രണ്ടായിട്ട് പോകും. എന്നാലും ഒന്നാക്കാൻ നമുക്ക് പ്രയാസമാണ്. രണ്ടായി പോയത് തന്നെയാണ്. എന്നാല് അതോടൊപ്പം തന്നെ എന്തുകൂടെ ഉണ്ട്? ആത്മാവും ഉണ്ട്. അപ്പം നമ്മൾ ആരെങ്കിലും ത്രിയേകന്മാരാണോ? അതെ. എന്നാൽ ഏകനല്ലേ. നമ്മളെവിടെയും പോകാൻ നേരത്ത് ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് വരാമെന്ന് പറയുമോ? ഞാൻ പോയിട്ട് വരാമെന്ന് പറയുള്ളൂ. കാരണം നമ്മൾ ഏകന്മാരാണ് എന്ന് പറഞ്ഞാലും ദൈവമേകനാണ്. തിരുവെഴുത്ത് പറയുന്നുണ്ട്, ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവമേകനാണ്, അതോടൊപ്പം തന്നെ ദൈവം കൂടെയാണ്, ത്രിയേകനാണ്. ദൈവം തന്റെ പുത്രനാകുന്ന യേശുവിനെ ലോകത്തിലേക്ക് അയപ്പാൻ. അപ്പൊ ഈ യേശുവിനെ കുറിച്ചാല് യേശു ക്രിസ്തുവിന് വരാതിരിക്കുന്ന കാര്യാദികളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അത് യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം. പൊതുവെ വേദശാസ്ത്രജ്ഞന്മാര് വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തിരിച്ചാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും ദൈവവചനത്തിലെ സാമാന്യം നല്ല ഗ്രാഹ്യമുള്ളവരാണ്. എങ്കിലും അതിന്റെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിന്റെ 1-19 വാക്യമാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിളവിന്റെ വിവരവും എഴുതുക. അപ്പൊ ഈ ഭാഗത്ത് വായിക്കുന്ന വേദശാസ്ത്രന്മാർ വായിക്കുന്നത് നീ കണ്ടത്, അതായത് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുന്നതായ യേശുവിന്റെ ദർശനമാണ് വെളിപ്പാട് പുസ്തകത്തിന് 1-ാം അധ്യായം. അപ്പൊ യേശുവിനെ കാണുന്നുണ്ട്.
മാറത്ത് പൊൻകച്ച് കെട്ടി വെള്ളോട്ട് സരിച്ചമായ കാലോടുകൂടി മുഖം അഗ്നിയാലയ്ക്കൊത്ത ദൈവത്തിന്റെ പുത്രനാഥ യേശുവിന്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുമ്പം ഇപ്പോൾ ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് സഭാകാലയളവിനെ കുറിച്ചാണ്. 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക് ലേഖനം എഴുതുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ 7 സഭകളെ കുറിച്ച് വായിക്കുന്നതായ 7 സഭകൾക്കുമുള്ള ലേഖനം എന്ന് പറയുന്നത് എല്ലാ കാലത്തുമുള്ള എല്ലാ സഭയും റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നതാണ്. അപ്പം അതാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് നമ്മളായിരിക്കുന്നതായ ഉൾപ്പെട്ടിരിക്കുന്നതായ സഭാകാലമാണ്. മേലാൽ സമീപാനിരിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ്. അത് ഒരുപാട് ദിവസമായതുകൊണ്ട് ഒരു 10 പ്രാവശ്യം നമ്മൾ വായിച്ചും പതുക്കെ സാവകാശമായിട്ട് മനസ്സിരുത്തി വായിച്ചാൽ മുക്കാഭാഗം നമുക്ക് മനസ്സിലാവും. ബാക്കി കാൽഭാഗം മനസ്സിലാക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് ആർക്കും അത്ര എളുപ്പമല്ല. ഒത്തിരി ഉപമകളൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമകൾ എന്നാ ഇല്ല എന്നുള്ളത് ചിലതിന്റെ കാര്യത്തിലും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 7 വലങ്കയിലിരിക്കുന്ന നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. 7 നിലവിളക്ക് 7 സഭകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. 7 ചുമന്ന കുതിര വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമൊന്നും എന്ത് ചെയ്യത്തില്ല, നമുക്ക് പിടികിട്ടത്തില്ല. അപ്പം എന്തോ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനമാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നക്ഷത്രമെല്ലാം കൂടെ മുകളിൽ നിന്ന് താഴോട്ട് അതിവർഷം പെരുങ്കായി ഉതിർക്കുന്ന പോലെ താഴോട്ട് വീണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. നക്ഷത്രമാണോ ഉൽക്കയാണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി നക്ഷത്രം പോലെ യോഹന്നാൻ ഇത് കണ്ടെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒത്തിരിയൊക്കെ ഇതിനകത്തുനിന്ന് ആന്തരികമായിട്ടുള്ള എന്താ പറയുന്നത് വ്യാഖ്യാനം എല്ലാം ഒന്നും പിടികിട്ടത്തില്ല. അടുത്ത് വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയും. നമ്മൾ ദൂരെ നിന്ന് ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായിട്ട്, ഇപ്പം വിമാനം പോകുന്ന താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു പക്ഷി പോകുന്ന പോലെയാണ് ന്യായമായിട്ടും കാണുന്നത്. അപ്പൊ യോഹന്നാനെ 10 നോക്കുമ്പോൾ ആകാശത്തിൽ കൂടി ഒരു പക്ഷി പോകുന്നതായിട്ട് പുള്ളിക്ക് തോന്നി. അടുത്ത് വന്ന് നോക്കുമ്പോൾ അത്ര പക്ഷിയൊന്നുമില്ല, നല്ല വലിപ്പമുള്ള സാധനമാണ്. അകത്ത് കയറി കഴിയുമ്പോഴാണ് അതിനകത്ത് എല്ലാ സംവിധാനവും നമുക്ക് പിടികിടുന്നു പറഞ്ഞ പോലെ കാലം ഇങ്ങനെ അടുത്ത് വരുമ്പോഴേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, ക്ലിയറായിട്ട് പ്രവചനമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതുവരെ ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും മുഴുവനൊന്നും ക്ലിയറായിട്ട് പിടികിട്ടത്തില്ല. നമ്മുടെ ചിന്താവിഷയം അതല്ല. അപ്പം നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം വെളിപ്പാട് ദിവസത്തിലെ 4-5 അധ്യായങ്ങളെന്ന് പറയുമ്പം യോഹന്നാൻ കാണുന്നതായ സ്വർഗീയ ദർശനമാണ്. അവിടെ സ്വർഗത്തിലുള്ളതായ ദൈവത്തിന്റെ ദൂതന്മാരെയും ആരാധിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്തിന്റെ സിംഹാസനമൊക്കെ കാണുന്നതായ കാഴ്ചയാണ് 4-5 അധ്യായങ്ങൾ. 6 വരെ മുതലുള്ള അധ്യായങ്ങള് മേലാൽ സംഭവിപ്പാനുള്ളതായ അല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ രഹസ്യ പ്രത്യക്ഷതയ്ക്ക് ശേഷം അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം സംഭവിക്കുന്നതായ കാര്യാദികളെ കുറിച്ച് ഓർഡറായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ യേശുവിന്റെ കാഹളനാദം കേട്ട് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ളതായ കാര്യാദികളെ കുറിച്ച് ഓർഡറായിട്ട് പോകുക എന്നുള്ളത്. അതിനിടയ്ക്ക് മറ്റൊരു ഗ്യാപ്പില്ല. അപ്പം പതുക്കെ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടാവുന്ന സംഗതികളൊക്കെ ഉള്ളൂ. അത് ന്യായമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊന്നും പിടികിട്ടത്തുമില്ല. അത് അങ്ങനെ അങ്ങ് വിട്ടുകളയാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ചിന്താവിഷയമാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം, ജയിക്കുന്നതിനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അപ്പം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിനെ പിൻപറ്റുന്നവരാണ്. അതിനിടയ്ക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ജയിക്കുന്നതിനെ കുറിച്ച് ചിലരെ പറഞ്ഞിരിക്കുകയാണ്. ജയിക്കുന്നതിന് എന്ത് ചെയ്യുകയാണ്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അന്നത്തെ അങ്ങനെ പറയാൻ കാരണം ആ ഫിലദെൽഫിയയിലുള്ളതായ പട്ടണത്തില് ആ ഏരിയയില് അനേക ഈ അന്നത്തെ കാലത്തെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിന്റെ ക്ഷേത്രങ്ങളില് ആയുഷ്കാലം മുഴുവനും വിശ്വസ്തയോടെ സേവ ചെയ്ത് മരിച്ചു പോകുന്ന പൂജാരിക്ക് വേണ്ടി പൂജാരിയുടെ മരണശേഷം അവരുടെ ദേവാലയത്തിൽ ഒരു തൂണുണ്ടാക്കിയിട്ട് തൂണയില് ഇന്നാരുടെ മകൻ ഇന്നാരെന്ന് പറഞ്ഞ് പൂജാരിയുടെ അപ്പന്റെ പേരും പൂജാരിയുടെ പേരും എഴുതി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, ജയിക്കുന്നതിനെ എന്ത് ചെയ്യും, ആലയത്തിലെ തൂണാക്കുമെന്ന് പറയാൻ നിൽക്കണമിടയായി. ആ തൂണെന്നുള്ള ഭാഷ അന്നത്തെ കാലത്തെ ഒരു വേദപുസ്തക ഭാഷയാണ്. കാരണം അപ്പസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴും സഭയുടെ തൂണായിരുന്നതായ യാക്കോബിനെയൊക്കെ കണ്ടെന്നുള്ളത് നമ്മുടെ അപ്പസ്തല പ്രവൃത്തികൾ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സഭയുടെ തൂണെന്ന് ഉദ്ദേശിക്കുന്നത് പില്ലാർ അല്ലെങ്കിൽ മെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ആൾക്കാരെന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം തൂണാക്കുക മാത്രമല്ല, ഇവിടെ പറയുമ്പം പേരും എന്ത് ചെയ്യും, അപ്പന്റെ പേരും വല്യപ്പന്റെ പേരും ഒക്കെ അപ്പന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും ഇന്ന വർഷം വരെ വിശ്വസ്തയോടെ സേവ ചെയ്തെന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ ആരും എന്നാലും കാണാത്തക്കവണ്ണം എഴുതി വെക്കുന്നതായ ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ജയിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താവിഷയം. അപ്പം ജയിക്കാനായിട്ട് കർത്താവ് തന്നെ 3 ദിവസം കൊണ്ട് 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സാത്താനെ ജയിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പൊതുവെ
നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ വേദവസ്ത ഭാഷയിലൂടെ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവുമാണ് ജയിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, പാപത്തെ ജയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പരിപാടി. അപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഹാബേലും കയ്യനും കൂടെ യാഗം കഴിക്കാൻ പോയതായിട്ട് വായിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ യാഗം കഴിക്കാൻ പോയി. ഒരുപാട് യാഗം കഴിച്ച യാഗത്തിൽ ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയ്യന്റെ യാഗത്തിൽ എന്ത് ചെയ്തില്ല, യാഗത്തിൽ പ്രസാദിച്ചില്ല. അപ്പൊ കയ്യന് ഏറ്റവും കോപം ഉണ്ടായെന്നാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, പ്രസാദിച്ചെന്ന് കയ്യനും ബോധ്യപ്പെട്ടു, ഹാബേലിനും ബോധ്യപ്പെട്ടു. അപ്പം ദൈവം ആകാശത്ത് നിന്ന് തീയിറക്കിയായിരിക്കാം. പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് പലരും യാഗം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയ ദൈവം യാഗം ദഹിപ്പിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദ് യാഗം കഴിച്ചു, താൻ ജലത്തെ എല്ലാം എണ്ണിക്കഴിഞ്ഞിട്ട് യാഗം കഴിച്ചു, ഒർദാന്റെ കളവൊക്കെ വിലക്കി മേടിച്ച് യാഗം കഴിച്ചപ്പോൾ യഹോവ ആകാശത്ത് നിന്ന് തീയിറക്കി യാഗം ദഹിപ്പിച്ചെന്നാണ് ആ ഭാഗത്ത് വായിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും നമുക്ക് വായിക്കാം. ആ ഭാഗത്ത് വായിക്കുന്ന യഹോവ ആകാശത്ത് നിന്ന് തീയിറക്കി യാഗത്തെ ദഹിപ്പിച്ചതായിട്ട് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴും ദൈവം എന്ത് ചെയ്തു, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, ഇല്ലേ? ബാലിന്റെ പ്രവാചകന്മാരെല്ലാവരും കൂടെ കൂട്ടി വരുത്തി യാഗമൊക്കെ കഴിച്ച് പുള്ളിക്കാരൻ്റെ യാഗപീഠമൊക്കെ പണിത് കാളയെ യാഗം അർപ്പിച്ച് വെച്ച് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി, ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയപ്പം ഹാബേലിന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചിരിക്കാം. ദൈവം പ്രസാദിച്ചു, പക്ഷെ എങ്ങനെയാ പ്രസാദിച്ചതെന്ന് പിടികിട്ടുന്നില്ല. എന്തോ രണ്ടുപേർക്കും മനസ്സിലായി, ഹാബേലിനും മനസ്സിലായി, കയ്യനും മനസ്സിലായി. അപ്പൊ കയ്യന് വല്ലാതെ ദേഷ്യം വന്നെന്നാണ് വായിക്കുന്നത്. സത്യത്തില് കഷ്ടപ്പെട്ട് യാഗം അർപ്പിച്ച കയ്യനാണ്, അല്ലേ? ഹാബേൽ ആട്ടുംകുട്ടിയും കൊണ്ട് പോയതേ ഉള്ളൂ. അത് ഒത്തിരി കഷ്ടപ്പാട് അതിന്റെ പിറകില്ലായിരുന്നു. തന്നെ അതിനെ കൊണ്ടുപോയ പോക്കിനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. എങ്ങനെയായാലും യാഗം കൊണ്ട് ഒരു സ്ഥലത്ത് രണ്ടുപേരും കൂടെ ഒരിടത്താണ് കൊണ്ടുപോയത്. കൊണ്ടുപോയപ്പം ഹാബേല് വള്ളിയെ പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ, അല്ലേ? ആട് പിന്നെ കുറച്ച് വന്നെന്നല്ലാതെ ഇങ്ങനെ ചുമടുമൊന്നുമില്ലായിരുന്നു. കാരണം കൂളായിട്ടാണ് പോയത്. അറ്റത്തൊരു കയറെ പിടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ ആടിനെ എന്ത് ചെയ്യുകയാണ്, ആട്ടിൻകുട്ടി പോകണ്ട, അല്ല എടുത്തോണ്ട് പോകേണ്ടെന്ന് കാര്യമില്ലായിരുന്നു. കയറെ പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ. വള്ളിയുടെ അറ്റത്ത് കൊണ്ടുപോയി, കൈയും കൊണ്ടുപോയതോ. എന്റെ ദൈവമേ, ചുമന്നവന്റെ ഇടപാട് തീർന്നു. കാരണം കൃഷിഭവനമാണ് കൊണ്ടുപോയത്. അത് ഇന്നൊരു ഏത്തക്കുരയാണെങ്കിലും നല്ലപോലെ വളമിട്ട് കഴിഞ്ഞാൽ ഒരു 15 കിലോ കാണും. 10 കിലോ 15 കിലോ 12 കിലോ ഒക്കെ ഉണ്ട്. ഒരു ചേനയാണെങ്കിലും 10 കിലോയ്ക്ക് മേളിലുണ്ട്. എന്താ ഇങ്ങനെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. എന്നാ കൊണ്ടുപോയാലും കൃഷിഫലങ്ങൾ കൊണ്ടുപോയെന്നാണ്. അന്നത്തെ കാലത്ത് ആരോഗ്യമുള്ള മനുഷ്യൻ എടുക്കാവുന്നതിന് മാക്സിമം കൊണ്ടുപോയി കാണും. ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയല്ലോ. അപ്പം പുള്ളി വേർത്തൊടിച്ച് കഷ്ടപ്പെട്ട് യാഗപീഠമൊക്കെ പണത് ഇതിലും കൂടെ കൊണ്ടയച്ചപ്പോൾ എന്തുണ്ടായി, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പം ഏറ്റവും കോപം ഉണ്ടായെന്ന് നമ്മൾ വായിക്കുന്നത്. ഏറ്റവും കോപം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ വായിക്കുമ്പം പുള്ളിക്ക് ഓവർടേക്കാൻ പറ്റിയില്ല. സഹോദരൻ എന്നെ ചെയ്തു, എന്നാൽ ഞാനിവിടെ ഒരു നല്ല യാഗം കഴിച്ചേക്കാന്ന് വിചാരിക്കാതെ താഴെ സഹോദരനെ നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറയും. പിന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞായിട്ടാ വായിക്കല്ലേ. അപ്പം പാപത്തെ ജയിക്കാനായിട്ട് കയ്യിന് സാധിച്ചില്ല. സാധിക്കാതെ പോയത് കൊണ്ട് തനിക്ക് വരാനുള്ളതായ ഒരുപാട് അനുഗ്രഹം ഇല്ലാതെ പോയി. ന്യായമായിട്ടും കർത്താവായ യേശുവിന്റെ ജനനം ഇങ്ങേരിൽ കൂടെ ആയിരുന്നു വരേണ്ടത്. തന്റെ ആദാമിന്റെ ആദിയാതനായ കായീനിൽ കൂടെ വരേണ്ടതായ അനുഗ്രഹം താന് ഈ എന്താ പറയുന്നത് അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ട്, പാപത്തെ ജയിക്കാതെ പോയത് കൊണ്ട് അനുഗ്രഹം തടസ്സപ്പെട്ടു. നമുക്കും അങ്ങനെയാണ്. പാപത്തെ നമ്മൾ ജയിക്കാതെ നമ്മളതിന് കീഴ്പ്പെട്ടു പോയാൽ നമുക്ക് വരാൻ പോകുന്നതായ കുറെ അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാകും. അത് ഉറപ്പാണ്. അത് നമ്മൾ രക്ഷിക്കപ്പെട്ടാലും ശരി, രക്ഷിക്കാൻ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും അത് അങ്ങനെ തന്നെ പോകും. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകാതിരിക്കത്തൊന്നുമില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ദൈവസന്നിധി പോകും, സ്വർഗത്തിൽ പോകും, എല്ലാം ചെയ്യും. പക്ഷേ അതിനൊരു അനുഗ്രഹത്തിൻ്റെ അടുത്തുണ്ടാകും. എത്രയായാലും അതിനൊരു ശകലം പുറകോട്ട് പോകും. അതേസമയം നമ്മൾ വായിക്കുമ്പോൾ ആ പേര് മരിച്ചപ്പം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജയിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സ്തേഫാനോസിന്റെ പ്രാർത്ഥന, താന് ന്യായമായിട്ടും അങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്താ പ്രാർത്ഥിച്ചേ, ഏറ് കൊണ്ടപ്പോ, അതായത് നമ്മൾ വായിക്കുന്ന പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയെന്നാണ്. സ്തേഫാനോസിനെ ആ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇടത്ത് നിന്ന് എല്ലാവരും കൂടെ കൂട്ടി പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചാണ് കല്ലെറിഞ്ഞത്. കൊണ്ടുപോയപ്പോഴേ പുള്ളിക്ക് പിടികിട്ടി, പിടിച്ചപ്പോഴേ പിടികിട്ടി എറിയാൻ കൊണ്ടുപോകണം, ഒത്തന്നേ ഉള്ളൂ, മരിക്കാനും മരിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. ഏറ് തുടങ്ങിയപ്പോഴേ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ എന്റെ പ്രാണനെ എടുത്തോളണമേ എന്ന് പറഞ്ഞിട്ട് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് ഇവർക്ക് ഈ പാവം നിർത്തരുതെന്ന്. ഭയങ്കര പ്രാർത്ഥന, നമ്മളെ കൊണ്ടുപോകുന്ന പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? നമുക്കൊരുത്തന്നെ തോണ്ട് നിന്ന് കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ മറക്കത്തുമില്ല. പിന്നെ എന്ത് ചെയ്യും?
ആനെ പിടിച്ചോണേ കർത്താവ് എനിക്ക് തൂട്ടിട്ട് പോയതല്ലോ, കൊടുക്കണം എന്നുള്ള ചിന്ത ഉള്ളിന്റെ ഉള്ളിൽ കാണും. ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഏറുകൊണ്ടപ്പോ സ്തേഫാനോസ് പറഞ്ഞു, കർത്താവ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവർക്ക് ഈ പാപം നിർത്തരുതേ, ഇവർക്ക് മാനസാന്തരം കൊടുക്കണേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു, ദൈവമേ പിതാവേ ഇവർ ചെന്ന് തന്നതാ അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചു? സ്തേഫാനോസും പ്രാർത്ഥിച്ചു. യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം ഇതുപോലുള്ളൊരു പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടില്ലെന്നുള്ള എന്റെ അഭിപ്രായം. കാരണം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ യേശു എഴുന്നേറ്റ് നിന്നവിടെ വായിക്കുന്നത്. സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് തിരുന്നാണ് ആ പ്രവൃത്തിയുള്ള പുസ്തകം ആദ്യം നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥന മുമ്പായിട്ട് എന്ത് ചെയ്തു? സ്വർഗം എഴുന്നേറ്റ് തന്നു. യേശു എഴുന്നേറ്റ് പാന്തക്കണം മടയായി. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് സ്വർഗം ശ്രദ്ധിക്കുകയാണ് ചെയ്യണം. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിച്ച വെണ്ണത്തോടെ. സ്വർഗത്തിലെ പിതാവെ നമ്മളെല്ലാവരും ചെല്ലുന്നില്ലെങ്കിൽ നമുക്കറിയാതെ അല്ലേ, നമ്മളാരും വേർപെട്ട് ചെയ്തില്ല. കാരണം നമ്മൾ വെല്ലുവിളികളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിന് പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിനും വാങ്ങണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുകയാണ് എന്നോടൊന്നും ക്ഷമിക്കണ്ടെന്ന് അല്ലേ. അഥവാ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ക്ഷമിക്കുന്നവർ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് ക്ഷമിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വിട്ടു കഴിഞ്ഞു. ഇങ്ങോട്ട് എന്തെങ്കിലും മറുപടി പറയാറുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ അവിടെ വെച്ചാൽ എന്ത് ചെയ്തു? ബ്ലോക്ക് ആക്കിയിട്ടാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് സ്തേഫാനോസിനെ പോലെ ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിനെ കുറിച്ച് കർത്താവിലേക്ക് പോകാൻ വേണ്ടി, സ്വർഗത്തെങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ ചെല്ലാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ പേര് നമ്മുടെ നെറ്റിയിൽ എഴുതാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലൊരു തൂണാക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. പിതാവിന്റെ പേര് നമ്മുടെ നെറ്റിയിൽ എഴുതാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ, അതായത് പാപത്തോട് നമ്മൾ എന്ത് ചെയ്യണം? പാപം മനുഷ്യനാണ്. നമ്മൾ മനുഷ്യരൊക്കെയാണ്. നമ്മൾ വീക്ക്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷമിച്ച മനസ്സോടുകൂടെ. പാപത്തെ ആര് ജയിച്ചു? ഇദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല, കയ്യന് ജയിക്കാൻ പറ്റിയില്ല. ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ദേശം വിട്ടു പോകേണ്ടി വന്നു. നമ്മൾ വായിക്കുമ്പോൾ എന്നെ കാണുന്നവർ എന്നെ കൊല്ലാതിരിക്കേണ്ടതിനാ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് താനാ നാട് വിട്ടു. നാട് വിട്ടു പിന്നെ പഠനമൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ പഠനം എതിരെ പോയെന്ന് പറയത്തില്ല. അതിന്റെ ഒരു വീക്ക്നെസ് പുറകോട്ടുണ്ടാകും. അതെല്ലാം ഈ ചിരിച്ച ഈ വെളിച്ചങ്ങള് എല്ലാ മതങ്ങളിലും ഉണ്ട്. കാരണം മനുഷ്യരെല്ലാവരും ഒരു ആദാമിന്റെ ഹവ്വായുടെയും മക്കളാണ്. ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും എല്ലാ മതങ്ങളിലും അല്പസ്വല്പം വെളിച്ചമുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അവരുടെ പുരാണങ്ങളൊക്കെ കെട്ടുകഥകളാണ്, ശരിയാണെങ്കിലും അതിനകത്ത് അല്പസ്വല്പം എന്തുണ്ട്? ശരിയുണ്ട്. അതിനകത്ത് ഈ എല്ലാ കാര്യാദികളും വന്നാലും അതൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? ശിക്ഷയുണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പാപം ക്ഷമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്നത്? ദാവീദിനോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്നതും കൂടെ നിനക്ക് തരുമായിരുന്നെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ദാവീദിനെ ദൈവം നീതീകരിച്ചെന്ന്. ശരിയാണ്. ദാവീദ് സങ്കീർത്തനം എഴുതി നമ്മൾ ഇന്നും പാടുന്നുണ്ട്. ഇന്നും നമ്മൾ പാടിയതാണ്. ദൈവഭക്തനായ മനുഷ്യനാണ്. നമ്മളെക്കാളൊക്കെ എന്നെക്കാളൊക്കെ ദൈവഭക്തനായ മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്കാരനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ദേവാലയം പണിയാൻ വേണ്ടി എല്ലാം വട്ടം കൂട്ടി. പക്ഷെ പുള്ളിക്കാരൻ എന്തെങ്കിലും എടുത്തില്ല, പണിയാൻ പറ്റിയില്ല. സാരമില്ല, നിന്റെ മകൻ പണിതോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയത്ര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല, സാധിക്കാതെ പോയ കാരണം ചിരിച്ച കയ്യിലിപ്പോൾ മോശമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്ത് പറയാം, ചെറുതല്ല, ഗുരുതരമായ തെറ്റ്. പുള്ളിയുടെ ഒന്നാന്തരം കൊള്ളാവുന്ന ശൂരനായ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു, ഊരിയാവിനെ. അപ്പം എന്നിട്ട് പുള്ളി പള്ളിയും കൂടെ പണിയാനായിട്ട് എന്ത് ചെയ്തില്ല, ഒത്തില്ല. അപ്പം നമ്മുടെ എന്തെങ്കിലും അങ്ങനെ സ്വർഗത്തിൽ പോയില്ല. സ്വർഗത്തിൽ പോയി. ദാവീദ് എത്രയോ സങ്കീർത്തനം എഴുതി. ആത്മപൂർണനായ ദൈവത്തെ ആരാധിച്ച മനുഷ്യനാണ്. നമ്മളെക്കാളും വിശുദ്ധനാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രത്യേക വെളിപ്പാട് എനിക്കുണ്ടായിരുന്നു. യേശുവിന്റെ കുരിശുമരണം മുതൽ യേശുവിന്റെ പുനരുത്ഥാനം വരെയുള്ള ചരിത്രങ്ങൾ സങ്കീർത്തനത്തിൽ പുള്ളി പാടിയ മനുഷ്യനാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് ഒരു ചിന്താവശ്യം, നമ്മൾ എന്ത് ചെയ്യണം? പാപത്തെ ജയിക്കാൻ കൊണ്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിച്ച മനസ്സുള്ളവരായി, പാപത്തിന്റെ സാധ്യത വരുമ്പോൾ അതിനെ ഓവർടേക്കുന്നവരായിരിക്കാൻ നോക്കണം, അതിനെ അതിജീവിക്കുന്നവരായിരിക്കാൻ നോക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് നമുക്ക് ഇങ്ങനെയായി സാധിക്കുന്നുണ്ട്, ലോകത്തെ ജയിക്കുക എന്നുള്ളതാണ്. അപ്പം ലോകത്തിൻ്റെതായ മോഹങ്ങളെ, അപ്പം ലോകത്തെ ജയിക്കാൻ പറയുമ്പോൾ ലോകത്തിലില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല അല്ലേ. നമുക്ക് ഇവിടെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എന്ത് ചെയ്യാം, അല്ലെ കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എന്ത് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ലോകം വിട്ടു പോകാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല. നമ്മൾ ലോകത്തിലായിരിക്കുകയാണ്. പക്ഷേ ലോകം നമ്മളിലാകാതിരിക്കുക എന്നുള്ളതാണ്.
ബില്ലി ഗ്രഹാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ടു പൊസസ് മണി ഈസ് നോട്ട് എന്താ പറയുന്നത്, നോട്ട് എ സിൻ. ബട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ പണം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. പണം ഉണ്ടാക്കുന്നത് തെറ്റല്ല, പണം നമ്മുടെ ദാസനായിരിക്കുക എന്നുള്ളതാണ്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നില്ല, ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയും വലിയ ലോകത്തിലേക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരുപാട് വലിയ വലിയ കപ്പലുകളുണ്ട്. പക്ഷേ കപ്പലുകളിലൊക്കെ മോട്ടറുണ്ടെന്നാണ് പറയുന്നത്, എപ്പോഴും വെള്ളം വെളിയിലോട്ട് പമ്പ് ചെയ്യുക. കാരണം ഇച്ചിരി ലീക്കൊക്കെ കാണാം, ഉള്ള ലീക്ക് എന്ത് ചെയ്യാണ്, പമ്പ് ചെയ്ത് വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകം നമ്മുടെ ഉള്ളിൽ കയറാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളതിന് ഒത്തിരി ചരിത്രം പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഞാൻ ചിന്തിച്ചൊരു ചിന്താ വിഷയം, നമ്മുടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മോശയുടെ ചരിത്രം പറയുമ്പോൾ മോശയെ ആ കാലത്ത് രാജാവിന്റെ മകളുടെ മകനായിട്ട് എടുത്തു വളർത്തി. മോശക്രിയ ഞാൻ രാജാവിന്റെ മകനൊന്നും അല്ല, രാജകുമാരിയുടെ മകനായിരുന്നു. പക്ഷേ ദത്തുപുത്രനായിട്ട് എന്ത് ചെയ്തു, വളർത്തിയപ്പം അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ടായിരുന്നു. എത്ര വയസ്സ് വരെ തന്നെ അവിടെ നിന്നായിരിക്കും, എങ്കിലും ഒരു ഉദ്ദേശം വരെ, എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ 40 വയസ്സ് വരെ എവിടെയായിരുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു. എന്തു സൗകര്യമായിരുന്നു ഇല്ലേ. അന്നത്തെ കാലത്തെ സമ്പൽ സമൃദ്ധിയുടെ രാജ്യമായിരുന്നു മിസ്രയീം. മിസ്രയീമിലെ ഫറവോൻ എന്ന് പറയുമ്പോൾ എന്തോ ഓരോരുത്തരെയും കുഴിച്ചിട്ടടുത്ത് അല്ലെങ്കിൽ അടക്കിയെടുത്ത് ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞ സ്വർണ്ണപ്പെട്ടിക്കകത്തൊക്കെയാണ് അടക്കിയിരിക്കുന്നത്. വലിയ പെരുമട ഉണ്ടാക്കുക, അതുപോലെ എന്ത് പരിപാടിയുണ്ട്. ഇതാണ് എൻ്റെ ചിന്തയിൽ 24 hours അവരുടെ ഡൈനിങ് ഹാളിൽ ബൊഫയുണ്ടായിരുന്നു ഇല്ലേ. ഏതായാലും ഒരു ഫുഡ് മാത്രമായിരിക്കും. അന്നത്തെ കാലത്തെ ഏറ്റവും മേൽത്തരമായ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു അവിടെ. അടുത്ത റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡാൻസുകാർ ഇഷ്ടം പോലെ ഇല്ലേ, നല്ല പാട്ടുമൊക്കെ വെച്ച് 24 hours. എനിക്കിപ്പോൾ ഒരു ഡാൻസ് കാണണം അല്ലെങ്കിൽ ഒരു പാട്ട് കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇപ്പോൾ ഒരു പാട്ടും ഒരു ഡാൻസും കൂടെ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 പേര് എന്നാരേ വന്ന് ഇത് ചെയ്തേനെ. ആരെയൊക്കെ കളിക്കുന്നതാണ്, അല്ലെങ്കിൽ മോശം പറഞ്ഞാലും ഡാൻസ് ചെയ്യാനും പാട്ടുപാടാൻ ഒരു ആളുണ്ടായിരുന്നു അവിടെ. നല്ല ഫുഡുണ്ടായിരുന്നു, നല്ല സൗകര്യം ഉണ്ടായിരുന്നു, എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. ടച്ച് പോയത് അങ്ങോട്ടാണ്. നമ്മുടെ അഭിപ്രായത്തിൽ വായിക്കുമ്പോൾ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തെന്നാണ്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ലോകത്തിൻ്റെതായ കാര്യം അതിൽ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം പ്രയാസമൊന്നുമില്ല. എന്നാൽ മോശയ്ക്ക് എന്തുണ്ടായിരുന്നു, കൂട്ടുകാരും സ്നേഹിതന്മാരും സ്വന്തക്കാരും എല്ലാവരും ഇഷ്ടിക പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിമകളായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ചേരാൻ മോശ ആഗ്രഹിച്ചു. തന്റെ സ്വന്തക്കാരനോട് ചേർന്ന് ആയിരിക്കുന്നു പറഞ്ഞ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനവും നെണിയുന്ന നമ്മൾ വായിക്കുന്നത്. യേശുവിന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു. അവര് 400 വർഷം മരുഭൂമിയിലായിരുന്നു, കഷ്ടത്തിലും പ്രയാസത്തിലുമായിരുന്നെങ്കിലും ഇഷ്ടിക പിടിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു അവരോട് കൂടെ. അപ്പൊ തന്റെ ചിന്ത മനസ്സ് അങ്ങോട്ട്, അല്ലെങ്കിൽ താൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തെ തെരഞ്ഞെടുപ്പാൻ നടപടിയായി. ക്രിസ്തുവിന്റെ നിന്ന. അപ്പൊ നിന്നെ ആരാ ചുമന്നുകൊണ്ടിരുന്നേ, അഹരോനും അല്ലെങ്കിൽ മിരിയാം ജീവിച്ചിരുന്നെങ്കിൽ മിരിയാമും മോശയുടെ അപ്പനായ അമ്രാമാനും അവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു, കട്ട പിടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചെളി അഴിച്ചവിടെ കുഴയ്ക്കുകയായിരുന്നു, അതല്ലെങ്കിൽ ചൂളയുണ്ടാക്കുകയായിരുന്നു, അതല്ലെങ്കിൽ താളടി ശേഖരിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവരോടുകൂടെ കൂടാൻ തൊക്കൊണ്ട മോശ തീരുമാനോട് പതക്കപ്പെടുകയായി. വിട്ടുകളഞ്ഞത് കൊട്ടാരത്തിലെ ജീവിതമായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അങ്ങനെയുള്ളവരാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ എല്ലാ ഫ്രീഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ അല്പം സ്വല്പം ഡ്രഗ് അടിക്കുന്നവനോ സ്വല്പം കഞ്ചാവ് വലിക്കുന്നവനോ ഒന്നും എന്തില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ദൈവസന്നിധിയിൽ അടുത്ത് വരികയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയും ഒരുമിച്ച് ദൈവദിനം കേൾക്കുകയും ഒരുമിച്ച് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിനെ അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ക്രിസ്തുവിന്റെ നിന്ന് എന്ത് ചെയ്യാണ്, ചുമക്കേണ്ടതിനു വേണ്ടി നമ്മൾ ലോകത്തെ വിട്ടുകളയാൻ ഇടയായി. അപ്പം ജയിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പ് ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ ബന്ധക്കോസുകാരും അതുപോലെ തന്നെ ബ്രതകാരും ഒക്കെ പണ്ട് ഓർണമെന്റ്സ് എല്ലാം വേണ്ടെന്ന് വെച്ചു. നിങ്ങളാരും ഓർണമെന്റ്സ് ധരിക്കരുതെന്നോ ഞാനതിന് എതിരൊന്നുമല്ല, അത് പാപമാണെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ ഒരു പരിധി എല്ലാത്തിനും ഇല്ലേ. ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നെങ്കിലും അതിനൊരു ലിമിറ്റുണ്ട്. ഇവിടെ വരെ ഇടുക, അല്ലെങ്കിൽ കൈ മൊത്തം ഇടുക എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അപ്പൊ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ലോകത്തോടുകൂടി ലോകത്തിലായിരിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാണ്, നമ്മളതിനെ ഓവർകം ചെയ്യുന്നവരാണ്. ഞാനിതിനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ലോകത്തിൻ്റെതായ മോഹങ്ങൾക്ക് അപ്പുറം പോകാൻ എന്തൊക്കെ നമുക്ക് കഴിയണം. ഇപ്പം മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മോശ അങ്ങനെ ചെയ്തത് കൊണ്ട് മണ്ടത്തരം ദോഷം വല്ലതും വന്നോ? ഇല്ല. ദൈവം മോശയോട് സംസാരിപ്പാൻ ഇടയായി.
അത് മോശം കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ ശബ്ദം മോശയോട് നേരിട്ട് ദൈവം സംസാരിച്ചു. ഇസ്രായേൽ മക്കളൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ദൈവം മോശയോട് സംസാരിച്ചെന്നാ. ഞങ്ങളോട് ആരോടും സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ അപ്പൂപ്പനായ മോശയോട് എന്ത് ചെയ്തു? ദൈവം സംസാരിച്ചു. അത് മോശം കാര്യമൊന്നുമല്ല, അതൊരു ക്രെഡിറ്റാണ്. അതായത് ലോകത്തില് ഫറവോന്റെ മകനെന്ന്, സ്വന്തം മകനെന്ന് പറയുന്നതിനേക്കാൾ ക്രെഡിറ്റാണ് ദൈവം സംസാരിച്ചെന്ന് പറയുന്നത്. അത്യുന്നതനായ ദൈവം മോശയോട് സംസാരിപ്പാൻ തക്കമടിയായി. മോശയുടെ മുഖത്തിന്റെ തൊക്ക പ്രകാശിപ്പാൻ തക്കമടിയായി. മോശയുടെ ശവമടക്കലും ദൈവം നേരിട്ട് മേൽനോട്ടം കൊടുത്തു. ദൈവത്തെ സേവിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ കുറച്ച് പേര് ഓസ്ട്രേലിയയിലായിരിക്കും, അവിടെ ആയിരിക്കും, എവിടെ ആയിരിക്കും എന്നൊക്കെ. ദൈവം നമ്മളെ സഹായിക്കും. ഭൂമിയിൽ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആര് സഹായിക്കും? മോശ മരിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ആരെ അടയ്ക്കാൻ നിർത്തില്ല. ഗബ്രിയേലിനും മീഖായേലിനും ആരെയും പറഞ്ഞു വിട്ട് കാണും, നീ പോയി അടക്കിട്ട് വാടാവൂ എന്ന് പറഞ്ഞു കാണും. ആരും കാണാതെ എവിടെയോ കൊണ്ടേ അടക്കി. ദൈവം അറിയുന്ന എവിടെ അടക്കിയെന്ന്. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ലോകത്തോട് ചേരാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് ആരെങ്കിലും വിളിച്ച് കുടിച്ചിടുന്നുള്ളത് നമ്മളൊക്കെ വേണ്ടി ദൈവം ഉത്തരവാദിയാണ്. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഭാവിയെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ മക്കളുടെ ഭാവിയെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. മക്കളുടെ ഭാവിയെ ദൈവം കൺട്രോൾ ചെയ്യാൻ നിൽക്കണമടിയാകും. ഇസ്രായേലിന്റെ ജീവിതയാത്രയിൽ അവരുടെ ജീവിതയാത്ര എന്ത് ചെയ്തതാണ്? ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നു. മോശയെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ട് മോശയെ ദൈവം അനുഗ്രഹിപ്പാൻ തക്കമടിയായി. മോശയോട് ദൈവം സംസാരിപ്പാൻ തക്കമടിയായി. കൽപ്പനകളെ ദൈവം എഴുതിക്കൊടുപ്പാൻ തക്കമടിയായി. തന്റെ ജീവിതയാത്രയിൽ ദൈവം തന്നോട് കൂടി ഇരിപ്പാൻ തക്കമടിയായി. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മോട് കൂടി ഇരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പരിശ്രമിക്കൊന്നും വേണ്ട, അങ്ങോട്ട് നോക്കിയാൽ മതി. എന്റെ ജീവിതയാത്രയിൽ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ 95 വയസ്സായിരുന്നു. ഇവര് മരിക്കുമ്പോൾ എന്നായി എന്നൊക്കെ അവിടുത്തെ അന്നത്തെ ഭാഷ ചെയ്യുക. എന്നോടൊരിക്കൽ ഭാഷ നേരിട്ട് പറഞ്ഞു, ഇവരെക്കുറിച്ച് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു പറഞ്ഞു. അവർ രണ്ടുപേരും നനവ് കഴിയുകയാണ്. മരിക്കാൻ നേരത്ത് 5-8 മക്കൾ കൂടെ ഉണ്ടായിരുന്നു, 2 പേരും. ഞാൻ പറഞ്ഞത് എവിടെ മക്കളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിരുന്നെങ്കിലും സമയപ്പോൾ എല്ലാവരും വന്നു, സന്തോഷമായിട്ട് കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഇത്തിരി ദിവസം കിടന്നു. ഒരാഴ്ച കിടന്നു, ഒരാളോട്ടും കിടന്നില്ല. ഞാൻ പറഞ്ഞത് 95 വയസ്സ് കഴിഞ്ഞാൽ 2 പേരും പോയത്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം എന്തുണ്ടായിരിക്കും? നമ്മളുണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളത്, പക്ഷെ ദൈവം നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയോടുകൂടി ആരുണ്ടായിരുന്നു? മോശ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട് അത് ദൈവത്തിന് പ്രസാദമായിരുന്നു. ലോകത്തിന്റെ മോഹങ്ങളെ താൻ ഓവർടേക്ക് എന്നൊക്കെ നമ്മുടെയായി. അപ്പൊ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിൻ്റെതായ ലോകം നമ്മുടെ ഉള്ളിൽ കിടക്കാതെ അതിനെ ഓവർടേക്ക് എന്നൊക്കെ നമുക്ക് കഴിയാണ്. നമ്മുടെ മോശയെക്കുറിച്ച് അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു പലരുടെയും ചരിത്രം വായിക്കുമ്പോൾ അവരെ ലോകത്തെ എന്ത് ചെയ്യുകയാണ്? ഓവർടേക്ക് ചെയ്ത് പോകാൻ തക്കമടിയായി. എന്ന് വെച്ചാൽ അതിന്റെ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളെ ഒരു പരിധി വിട്ട് പുറകോട്ട് പിടിക്കാതെ മുമ്പോട്ട് പോകാൻ തക്കമടിയായി. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത് ജയിക്കേണ്ട സാത്താനെയാണ്. ഒക്കെ പ്രയാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ ഒരിക്കലും നേരെ ആരോടും പോരാടത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉറങ്ങിക്കിടന്നിടത്ത് ആരെങ്കിലും സാത്താൻ എടുത്തോണ്ട് പോയിട്ട് കേട്ടിട്ടുണ്ടോ? കുത്തിരി എടുത്തോണ്ട് പോകത്തില്ല. നമ്മുടെ എന്തെങ്കിലും മോഷിച്ചോണ്ട് പോകുമോ? ഒരിക്കലും കൊണ്ടുപോകത്തില്ല. നമ്മുടെ എന്നാ വെച്ചാലും, നമ്മുടെ സ്വർണം വെച്ചാലും പൈസ വെച്ചാലും നമ്മുടെ അത്യാവശ്യം എന്തെങ്കിലും റെക്കോർഡ് വെച്ചാലും ഇതൊന്നും എന്ത് ചെയ്യത്തില്ല. പുള്ളി എടുത്തോണ്ട് പോവുകയോ കീറിക്കളയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനത്തെ യാതൊരു ദ്രോഹവും പുള്ളി ചെയ്യത്തില്ല. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നു, 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? വായിക്കണമെന്നില്ല. മഹാസർപ്പം തന്റെ വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂടി താട്ടിയിട്ടെന്നാണ്. അതായത് തീർന്ന നിറമുള്ള മഹാസർപ്പത്തെ കൊണ്ട് കുറിച്ച് വായിക്കണം. സ്വർഗത്തിലൊരു അടയാളം കാണാൻ തീ നിറമുള്ള മഹാസർപ്പം എന്ന് വെച്ചാൽ സാത്താന്റെ ഒരു അവതാരമാണ്. എന്ന് വെച്ചാൽ ഒരു സിമ്പലാണ്. അങ്ങനെ 2 വായിക്കുന്നത്. നേരെ വരികയൊന്നുമല്ല, വാലുകൊണ്ട് എന്ത് ചെയ്തു? നക്ഷത്രങ്ങളെപ്പോലെയുള്ള 3-1 വലിച്ചുകൂടി താട്ടിട്ടെന്നാണ് വായിക്കുന്നത്. അപ്പം നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കാന്ന് പറഞ്ഞാൽ തിരുവേനത്തിൽ വായിക്കുന്നുണ്ട്, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്ക് ശോഭിക്കുന്നവർ നമുക്ക് വായിപ്പാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് തന്നെ ഇങ്ങനെ തന്റെ ദാസനായ യാക്കോബിനോട് പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരിക്കാം എന്ത് പറയുന്നത് ഈ നക്ഷത്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? അതിൽ 3-1 എന്ത് ചെയ്യുകയാണ്? നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ 12 പേരുണ്ടായിരുന്നു. ഒരാളെ എന്ത് ചെയ്തു? സാത്താൻ താട്ട് പിടിച്ചിട്ടു. അപ്പം വാലുപയോഗിച്ച് പിടിച്ചിടുക എന്നുള്ളതാണ്. അല്ല നേരെ ഒന്നും സാത്താൻ വരുമ്പോൾ ഇങ്ങനെ കണ്ണുമൊക്കെ മഴിപ്പിച്ച് മുമ്പൊക്കെ കാണിച്ച് വലിയൊരു ഭീകരരൂപിയായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോകും.
അതേസമയം ചിരിച്ച് കളിച്ച് പൗഡറൊക്കെ ഇട്ട് സ്നോയൊക്കെ പുരട്ടി എന്താ പറയുന്നത് പാൻറ്റും കോട്ടുമൊക്കെ ഇട്ട് നല്ലൊരു എന്താ പറയുന്നത് നല്ല മോഡേൺ ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഒന്നാന്തരം മൊബൈലും അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഗതിയൊക്കെ പിടിച്ച് ഒരു കാവരയൊക്കെ കളിച്ച് വരാമെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. അപ്പൊ ആ വീക്ക്നെസ് സാത്താൻ നമുക്കറിയാവുന്നവർ തന്നെ അല്ലെ അതിനെ കൂടുതലായിട്ടോ സാത്താൻ അറിയാം. പുള്ളി കാരണം ആ രൂപത്തിലൊക്കെ വന്നിട്ട് പാടാവൂ എന്ന് പറഞ്ഞ് മെതിയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നു, അല്ലാതെ നേരെയൊന്നും എന്ത് ചെയ്യത്തില്ല, ആരെയും പിടിച്ചോണ്ട് പോകത്തില്ല. അപ്പം സാത്താൻ നമ്മൾ കൊരിന്ത്യനകത്ത് വായിക്കുന്നുണ്ട്, സാത്താൻ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ. ഹവായുടെ അടുക്ക ചെന്ന് എന്താണ്ട് ചെമ്മേ സുഖമൊക്കെയാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്ഷമമായിട്ടിരിക്കുന്നതെന്നൊക്കെ ചെയ്ത് കൊണ്ടോ നല്ലൊരു പഴം കിടക്കുന്ന കണ്ടോ, ശരി കൊണ്ട് നോക്കി കണ്ടാൽ എങ്ങനെയുണ്ടോ, സൂപ്പർ സാധനം. അപ്പം ഇതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചു. എല്ലാവരും അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാവോ, ഞങ്ങളോട് ഇത് ചെയ്യുമ്പോൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടാറിയത്തില്ലേ, നല്ല സാധനമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ എന്ത് ചെയ്യുന്നേ, അല്ല പിടിച്ചെന്ന് പറയുകയായിരുന്നു. അല്ല ഇത് നല്ലതാന്നൊക്കെ പറഞ്ഞ് സാവകാശമായിട്ട് 1-2 ദിവസം കൊണ്ടായിരിക്കാം ഇത് തന്നെയായിരുന്നാലും പുള്ളി എന്ത് പറഞ്ഞു വീഴ്ച കളഞ്ഞു. കാരണം ഇങ്ങേരെ ആക്കിയിരുന്നതായ സ്ഥാനത്ത് ആദാമോയെ നിൽക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് അസൂയ തോന്നി പിടിച്ചോണ്ട് പോയതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് സാത്താനെയും ജയിക്കാൻ തൊക്കെ അതിനെ എന്ത് ചെയ്യണം, ഓവർടേക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം ജീവിതയാത്രയിലെ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ ഞാനൊരിക്കലും ഏലിയാവിന്റെ ചരിത്രം ഓർക്കാറുണ്ട്. ലോകത്തെ ഓവർടേക്ക് ചെയ്ത ചരിത്രമാണ്. നമുക്കെല്ലാവർക്കും ഏലിയാവിന്റെ ചരിത്രം അറിയാം. ഏലിയാവിനെ നമ്മൾ വായിക്കുന്നത് പുള്ളിക്കാരന് യാഗമൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആഹാബ് രാജാവ് മല കയറി പോയായിട്ട് നമ്മൾ വായിക്കുന്നത്. അങ്ങേര് മലയിലോട്ട് എന്ത് ചെയ്തു, തിന്നു കുടിക്കേണ്ടതിന് വേണ്ടി കയറിപ്പോയെന്നാണ് വായിക്കുന്നത്, ഭക്ഷിക്കേണ്ടതിന് വേണ്ടി. എന്നാലും ഇങ്ങനെ ഓർത്തോ ഈ ഏലിയാവിന്, താമ്പ നമുക്ക് ഒന്നിച്ച് കഴിച്ചേക്കാന്ന് പറഞ്ഞു. ഇല്ല, മഴ പെയ്യുന്ന പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞപ്പം പുള്ളി കഴിക്കാൻ വേണ്ടി കയറിപ്പോയി. രാജാവിന് ശാപ്പാട് 1 മണിക്കൂറേലും പിടിച്ചു കാണും കുറഞ്ഞത്. അപ്പൊ ശാപ്പാട്ടുകൊണ്ടിരുന്നതായ സമയത്ത് ഏലിയാവ് എന്ത് ചെയ്യാണ്, തല മുഴങ്കാലിന്റെ നടുവിലിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വായിക്കുന്നത്. അപ്പം എന്റെ ചിന്ത, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യന് കുത്തിയിരിക്കാൻ പറ്റുന്ന മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ വളഞ്ഞിരിക്കാൻ ചെയ്യാൻ നമുക്കാർക്കും വയറൊന്നുമില്ലെങ്കിലും ഒരുപാട് വയറൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാ വായിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥിച്ചു കാണുമായിരിക്കും. അപ്പൊ കൈപ്പത്തിയോളം മേഘം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു മഴ വരുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്തു, ശമരിയിലേക്ക് ഓടിപ്പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ രാജാവ് രഥം പൂട്ടി തലയ്ക്ക് പോയി. അപ്പൊ ന്യായമായിട്ടും എത്രയോ 2 കുതിരയോ 3 കുതിരയോ 7 കുതിരയോ ഒക്കെ ഉള്ള രാജാവിന്റെ രഥമാണ്. എന്ന് കഴിഞ്ഞാൽ ആ രഥത്തെ രാജാവ് മാത്രമായിരിക്കും അല്ലേ, 1-2 പേര് കൂടെ കാണും. ഒന്നെങ്കിൽ മന്ത്രി കാണും, അല്ലെ അംഗരക്ഷന്മാർ കാണും, ആരെങ്കിലും ഒക്കെ കാണും. എന്താണ്ട് രഥം പൂട്ടി പോയപ്പം ന്യായമായിട്ടും പറയാൻ വരാം, നേടാവ് ഇനിയോടെ കയറിയിരുന്നോളാൻ പറയാൻ വരുന്നത്. ഏതായാലും ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, മൂലയിലിരിക്കാൻ എന്ത് ചെയ്യായിരുന്നു, ഇടയുണ്ടായിരുന്നു, പക്ഷെ കയറ്റിയോ, മൈൻഡേ ചെയ്തില്ല. പിന്നെ നമ്മൾ വായിക്കുമ്പം അങ്ങനെ പുറകെ ഓടിയതായിട്ടാണ് വായിക്കുന്നത്. ഏരിയാവുമ്പോഴൊക്കെ പുറകെ ഓടിക്കേണ്ടി പോയി. പുറകെ നോക്കുമ്പോൾ ആർക്കാണെങ്കിലും കാണാൻ പറ്റില്ല. രഥത്തിന് നമ്മുടെ കാറിന്റെ പുറകെ ഒരു മനുഷ്യൻ ഓടി തന്നു കൊടുത്തു. കാറിന്റെ പുറകെ ഓടാൻ പറ്റത്തില്ല. ഒരു സൈക്കിൾ റിക്ഷയുടെ പുറകെ ഒരു മനുഷ്യൻ ഓടുകയാണ്. നമുക്ക് ന്യായമായിട്ട് പറയാം 1 കിലോമീറ്ററെങ്കിലും ഓടിക്കഴിയുമ്പോൾ പിടിക്കട്ടെ, 1 കിലോമീറ്ററായിട്ട് ഓടുന്നതാണ്. എന്നാലും മൈൻഡ് ചെയ്തില്ല. ഏലിയാവ് തലക്കി കയറി പോയെന്ന് പറയുമ്പം ഒപ്പം ഓടാതെ തലക്കി കയറാൻ പോകും. കുറച്ച് നേരത്തിന് ഒപ്പം ഓടി, അന്നാരും മൈൻഡ് ചെയ്തില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി സ്പീഡ് കൂട്ടി. ദൈവം ഏലിയാവിനോട് കൂടെ ഏലിയാവ് സ്പീഡ് കൂട്ടി ഓടിയപ്പോഴും രാജാവിന്റെ എന്നാ ഒരു കാര്യം ഓടുവൊന്നും വേണ്ട, കയറി ഇരുന്നെന്ന് പറഞ്ഞു. ഇല്ല, സാമാന്യ മര്യാദ ഒന്നും കാണിച്ചില്ല. നമ്മൾ വായിക്കുമ്പം അങ്ങെത്തോടും, അതായത് ശമരിയയിലെത്തോട് ഏലിയാവ് തലക്കിയിരുത്തി മറ്റും പുറകെ എത്തി. അപ്പൊ എന്റെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ പിന്നാലെയാണ് ഏലിയാവ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി തലക്കി കയറി ഓടി. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം, ഈ ലോകത്തിൻ്റെതായ കാര്യാദികളുടെ ഇപ്പൊ ഏലിയാവ് ഒരിക്കലും ഈ രഥത്തെ നോക്കിയെങ്കിൽ അതിന്റെ പുറകെ നിൽക്കുകൊണ്ടായിരുന്നുള്ളൂ, മുമ്പിൽ കയറി ഓടിപ്പോയി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ എന്റെ ചിന്തയാണ്, ഏലിയാവ് മരിക്കാറായപ്പോൾ ദൈവം എന്ത് ചെയ്തു, അഗ്നിരഥങ്ങളും അഗ്നിയാശങ്ങളും അയച്ചു കൊടുത്തു. ഗബ്രിയേലിനെ വിട്ടാൽ മതി, അന്ന് കൂടിക്കൊണ്ടിരാൻ പറഞ്ഞാൽ പുള്ളി കൂടിക്കൊണ്ട് പോയേന്. മീഖായേലിനെ വിട്ടാലും മതിയായിരുന്നു, അല്ലെ ഏതെങ്കിലും ഒരു ദൂതനെ വിട്ടാൽ മതിയായിരുന്നു, സന്തോഷമായിട്ട് കൊണ്ടുപോയാലും. പക്ഷേ തീ കൊണ്ടുള്ള രഥവും കുതിരയും വിട്ടതിന്റെ കാരണം ഇങ്ങനെ ഈ കുതിരയുടെ പുറകെ കുറെ ഓടിയതാണ്. 1-2 മണിക്കൂർ ശ്വാസം പിടിച്ചോണ്ട് എന്ത് ചെയ്തു, രാജാവിന്റെ മാംസം കൊണ്ടുള്ള കുതിരയുടെ തേരിന്റെ പുറകെ ഓടിപ്പോയി. ഇതേ കയറി ഇരുന്നോളാൻ പറഞ്ഞു. പുള്ളി കയറി ആസ്വദിച്ചിരുന്നാണ്. എന്റെ ദൈവമേ, സ്വോത്രം പറഞ്ഞിരുന്നതാണ്. നമ്മളെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. എവിടെ ഉണ്ട് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും എല്ലാം ആരോർക്കുന്ന ദൈവമാണ്.
ദൈവം ഓർക്കുന്ന ദൈവമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെയും നിഷ്പക്ഷമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ആര് മറന്നാലും ദൈവമൊന്നും മറക്കത്തില്ല. ലോകത്തിലുള്ള എല്ലാവരും മറന്നു അല്ലേ? നമ്മളെ ഇതൊക്കെ ഞാൻ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ഓർക്കുന്നില്ല, ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്ങാണ്. പക്ഷെ എങ്കിലും എനിക്കെന്റെ ഓർമ്മയിലൊന്നുമില്ല. ഞാൻ പണ്ട് കുറച്ചാൾ പാവിരിക്കുകയും ഒരു ബീത്തും പിന്നെ എൻ്റെ കൈ കൊണ്ട് മെഴുകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുറേ നാളുകൾ ഞാൻ രക്ഷിക്കപ്പെട്ട് വരുന്നത് അതായത് 70കളിലാണ്. 73-ലാണ് കട്ടപ്പന ആദ്യമായിട്ട് ഒരു ബീത്തും വഴിയിരുന്നു. അപ്പം അതിനകത്ത് ഞാനിവിടെ കുടിത്ത് ചുമക്കുകയും എൻ്റെ മണ്ണ് വിധിക്കുകയും തറ കെട്ടുകയും ചാത്ത് കൂട്ടുകയും കുഴക്കുകയും എല്ലാം ഞാൻ എന്നാലും മൈക്കാടെ നിൽക്കുകയായിരുന്നു, ചുമ്മാ ഫ്രീ ആയിട്ട് സ്വദേശം. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ മറന്നുപോയി, വലുപ്പം ഓർത്തന്നേ ഉള്ളൂ. ഇപ്പം ദൈവം നമ്മൾ ചെയ്യുന്നതെല്ലാം ഓർക്കുന്ന ദൈവമാണ്. അപ്പം നമ്മളെ ഓർക്കുക മാത്രമല്ല, നമ്മളോട് ദൈവം കരുണയും കാണിക്കുന്ന ദൈവമാണ്. ഇപ്പം നമ്മുടെ ചിന്താവിഷയത്തിൽ ഇങ്ങനെ വായിച്ചു, നമ്മൾ പാപത്തെ ജയിക്കുന്നവരായിരിക്കണം, ലോകത്തെ ജയിക്കുന്നവരായിരിക്കണം, സാത്താനെയും എന്ത് ചെയ്യണം? ഓവർടേക്ക് ചെയ്യുക എന്നൊക്കെ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ നമ്മൾ സാധിക്കും. അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുമ്പോൾ അതിന് ചെയ്യാനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പം ദൈവ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും ഏത് കാര്യത്തെയും. കാരണം നമുക്ക് എബ്രായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളുവിൻ. യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏത് കാര്യം ഓർമ്മിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടവും പ്രയാസം വരുമ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഇന്നത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, ഞാനും അങ്ങനെ ഓർക്കാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്. അല്ല, നമുക്ക് എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടോ, എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ പറ്റിയെന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. ആ ഓർക്കുന്ന സമയം അങ്ങനെ ഓർത്തിരുന്നത് നമ്മുടെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു അസുഖം കൂടെ ഒരിക്കുകയുള്ളൂ. ഷുഗറുള്ളതിന് ഷുഗർ കൂടും, പ്രഷറുള്ളതിനെ എന്ത് ചെയ്യും? അല്ല, തമാശല്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് കുത്തിയിരുന്നാൽ എന്ത് ചെയ്യും? വയറ്റിൽ അസുഖം പിടിക്കും. എന്ന് വെച്ചാൽ എരിച്ചിലുണ്ടാകും വയറിൽ. എന്ന് വെച്ചാൽ കുറെ ദിവസം കഴിയുമ്പോൾ കുറേ ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകുന്നല്ല, ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്, പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തില്ല? കർത്താവെ ഞാനിതില്ല അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, അങ്ങേര് വേണ്ട പോലെ ചെയ്തോളും. അപ്പം ക്രൂശിക്കപ്പെട്ടവനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഗതിയും പുറകിലാവും. ലോകവും പുറകിലാകും, സാത്താനും പുറകിലാകും, പാപവും പുറകിലാകും. എല്ലാം നിങ്ങളെ എങ്ങോട്ടായിട്ട് തിരിഞ്ഞു നോക്കും. നിങ്ങളെ സൂര്യനെ നോക്കിയാൽ പുറകെല്ലാം ബാക്കിയുള്ളതെല്ലാം എന്നാവും? പുറകിലായി പോകും. കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യായമായിട്ട് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്തുണ്ടെങ്കിലും എല്ലാം പുറകിലാവും. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു എല്ലാവരും പുറകിലാവും. നമ്മൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. ബാക്കിലായി പോകും, ഓട്ടോമാറ്റിക്കായിട്ടായി പോകും. ഇനി ചെയ്താൽ മതി, യേശുവിലേക്ക് നോക്കിയാൽ മതി. അപ്പം പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളൂ എന്നാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന യേശുവിനെയാണ്. നാം കർത്താവിനെ ധ്യാനിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, യേശുവിൻ്റെക്ക് പോകാൻ നോക്കിക്കഴിയുമ്പോൾ, ദൈവവചനം നമ്മൾ ഉള്ളിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ, മറിയെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചെന്നാണ് വായിക്കുന്നത്. കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും വന്നപ്പോഴും ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിപ്പാന്നൊക്കെ നമ്മുടെയായി. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. തലയിൽ വെച്ചാൽ അത് ശരിയാകത്തില്ല. കാരണം തലയിലല്ല, ഹൃദയത്തിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ അന്തരംഗത്തിൽ, ബുദ്ധിയിൽ വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്നൊക്കണം, കർത്താവിനെ നോക്കുക എന്നൊക്കണം, അവന്റെ മുഖത്തേക്ക് നോക്കുക എന്നൊക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ തിരുവനന്തപുരത്തിൽ വായിച്ചു, ജയിക്കുന്നതിനെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെഴുതും. ദൈവത്തിന്റെ നാമം നമ്മുടെ നെറ്റിമേൽ അല്ലെങ്കിൽ നമ്മുടെ തലമേൽ, നമ്മുടെ മേൽ എഴുതുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പം നമ്മുടെ പേരെന്തുണ്ട്? ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ അടുക്കൽ കുറച്ച് പേര് എന്നിട്ട് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നത് എല്ലാ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് എത്രയും സന്തോഷിപ്പിന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ട്? നമ്മുടെ പേരുണ്ട്. പൗലോസ് പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത മുതലായ കൂട്ടുവേലക്കാരായ സ്ത്രീകൾ എന്നോടുകൂടെ പോരാടിയിരിക്കുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൗലോസിന് അറിയാമായിരുന്നു ക്ലേമത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടാകുന്നു. അപ്പൊ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുകയാണ്, എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മേത്ത് കർത്താവിന്റെ ദൈവത്തിന്റെ പേരെഴുതുന്ന ഒരു ദിവസമുണ്ട്.
നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവന് രാജാതി രാജാവും കർത്താതി കർത്താവും എന്നവന്റെ പേരുണ്ട്. അവന്റെ പേര് അവനല്ലാതെ ആർക്കും അറിയത്തില്ലാത്തൊരു നാമവും അവനുണ്ടെന്ന് യേശുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യേശുവിന്റെ പേര് നമ്മുടെ മേലെഴുതുന്നവരായിരിക്കും കൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണം. നമ്മുടെ മേൽ ദൈവത്തിന്റെ പേരെഴുതുന്നൊരു ദിവസമുണ്ട്. പുതിയ യെരൂശലേമിൽ നമുക്ക് അവകാശം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. പുതിയ യെരൂശലേമിൽ നമ്മുടെ പേരെഴുതുന്ന ദിവസമുണ്ട്. നമ്മുടെ ലോകത്തിലെ കാറിൽ പേരുള്ളതുപോലെ തന്നെ നമ്മുടെ മേൽ ദൈവത്തിന്റെ പേരെഴുതുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം നമ്മുടേതാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അതിനേക്കാൾ ഇച്ചിരൂടെ ഗ്രേഡ് കൂടി കാര്യമാണ് നാം ദൈവത്തിൻ്റെതാണ്, അല്ലേ? ദൈവം നമ്മുടേതാണെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, അത് എല്ലാവർക്കും അങ്ങനെ പറയാം. പക്ഷെ നാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പേര് നമ്മുടെ നെറ്റിയിൽ എഴുതുന്ന ഒരു നല്ല ദിവസമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെതായ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അതായിരിക്കും. നാം കർത്താവിനോട് നടക്കേണ്ടതിന് വേണ്ടി, ലോകത്തെ ഓവർകം ചെയ്യേണ്ടതിന് വേണ്ടി, നാം ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കേണ്ടതിന് വേണ്ടി, നടക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ല വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്ക് സമയം അനുഭവിച്ചു തന്നതായ ബഹുമാന്യരായ ഇവിടുത്തെ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാത്യു സാറിനോടും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക സുബനോടും, കാരണം സുബൻ പാവം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ശനിയാഴ്ച ഞാൻ തന്നെ 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് പിന്നെ ബെൻഡിഗയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പം എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഓർക്കണം അപേക്ഷിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു.